السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ 6ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അൽ മുസാവാത്ത് എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ 2 കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മൻഹും, ആരായിരുന്നു അവർ? ആരൊക്കെയായിരുന്നു? കിഷോർ, അതുപോലെ തന്നെ ജുബൈർ അല്ലേ? ഈ 2 കൂട്ടുകാരായിരുന്നു. അവർ 2 പേരും എവിടെയാണുള്ളത്? അവർ മത്റാമിൽ അല്ലേ, ഒരു റെസ്റ്റോറൻറ്റിൽ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് കിഷോർ അവൻ്റെ കുട്ടിക്കാലത്ത് ആ ഒരു പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഈ ഒരു ഹിക്കായ, ഈ ഒരു കഥ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു ഖിസ്സ വാഖഇയാണ് അല്ലേ? അതായത് ഒരു സംഭവിച്ചിട്ടുള്ളതായ ഒരു കഥയാണ് ഈ കൊടുത്തിട്ടുള്ളത്. നിലമ്പൂർ എന്ന് പറയുന്ന നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു പ്രദേശത്ത് നടന്നിട്ടുള്ളതായ ഒരു സംഭവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വന്നിട്ടുള്ളൊരു കഥയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഥയിലെ കിഷോറിൻ്റെ പിതാവ് എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ മരണപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ? പിന്നെ കിഷോറിന് ആരൊക്കെയാണുള്ളത്? ഒരു ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഉഖ്തും കൂടെ ഉണ്ട് അല്ലേ? പിന്നെ അവൻ്റെ അമ്മയാണ് അച്ഛൻ്റെ മരണത്തിന് ശേഷം അവരെയൊക്കെ വളർത്തുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അതിനിടയിൽ കിഷോർ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അമ്മ അവന് ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അമ്മ അവന് ചെയ്തു കൊടുക്കുന്നത് എന്നൊക്കെ അല്ലേ? എന്തൊക്കെയായിരുന്നു? ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നു, സ്കൂളിലേക്ക് കൂടെ പോകുന്നു അല്ലേ? അതോടൊപ്പം തന്നെ അവിടെ ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഉമ്മമാർ അവരുടെ ജീവിതം തങ്ങളുടെ മക്കൾക്ക് വേണ്ടി എങ്ങനെയൊക്കെയാണ് ചിലവഴിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കഴിച്ചു കൂട്ടുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ അതിനുള്ള ആൻസറും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം, അതായത് ആ കഥയുടെ ബാക്കി ഭാഗം എന്താണ് എന്ന് നോക്കാം. നോക്കൂ, അവിടെ കൊടുത്തിട്ടുള്ളത് ടീച്ചർ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഖദ് സലബ വബാഉ കോവിഡ് ഹയാത്ത് ഉമ്മിന ഇബ്തഅദത് അന്ന താരികതൻ ഹഉലാഇ ശിആർ في تلك الليلة الباردة ضممت إلي إخوتي أحسست لمسة على كتفي فإذا هي صديقي نوفل. أخذتنا إلى منزلها. استقبلنا أبو نوفل برأفة وحنان. كنا أيتاما لكن الآن وجدنا حنونا وأبا كريما. أصبحت الحياة سعيدة مع إخوة جدد. كنا نلعب معا وندرس معا. ടീച്ചർ ആദ്യം അതുവരെയുള്ള അർത്ഥം പറഞ്ഞുതരാം, എന്നിട്ട് ബാക്കി ഭാഗം വായിക്കാം കേട്ടോ. ശ്രദ്ധിക്കൂ. ഖദ് സലബ, സെലബ എന്ന് പറഞ്ഞാൽ കവർന്നെടുക്കുക അല്ലെങ്കിൽ ഊരിയെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഖദ് സലബ വബാഉ കോവിഡ്, കോവിഡ് എന്ന പകർച്ചവ്യാധി അല്ലെ? വബ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി എന്നാണ്. പകർച്ചവ്യാധി കവർന്നെടുത്തു ഹയാത്ത് ഉമ്മിന, ഞങ്ങളുടെ അമ്മയുടെ ജീവിതം. ഞങ്ങളുടെ അമ്മയുടെ ജീവിതം ആര് കവർന്നെടുത്തു? കോവിഡ് എന്ന മഹാവ്യാധി കവർന്നെടുത്തു എന്നാണ്. അങ്ങനെ ഇബ്തഅദത് അന്ന, ഇബ്തഅദ എന്ന് പറഞ്ഞാൽ അകന്നു പോവുക എന്നാണ്. അവൾ, അതായത് അമ്മ ഞങ്ങളിൽ നിന്നും അകന്നു പോയി. ഇബ്തഅദത് അന്ന, ഞങ്ങളിൽ നിന്നും അവർ അകന്നു പോയി. താരിക്കത്തൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചുകൊണ്ട് എന്നാണ്. ഉപേക്ഷിക്കുന്നവളായിക്കൊണ്ട്. ഹഉലാഇ ശിആർ, ഈ ചെറിയ കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ട് ആ അമ്മ ഞങ്ങളിൽ നിന്നും അകന്നു പോയി എന്നാണ്. ഫീ തിൽക്കൽ ലൈലത്തിൽ ബാരിദ, ആ ഒരു തണുപ്പുള്ള രാത്രിയിൽ. ഫീ തിൽക്കൽ ലൈലത്തി എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് അർത്ഥം. ബാരിദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പുള്ള, അല്ല ആ ഒരു തണുപ്പുള്ള രാത്രിയിൽ. ലമംതു ഇലയ്യ ഇഖ്വതി, ലമ്മ എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുക എന്നാണ്. ലമംതു, ഞാൻ ചേർത്ത് പിടിച്ചു, ഇലയ്യ എന്നിലേക്ക്, ഇഖ്വതി എൻ്റെ സഹോദരങ്ങളെ ഞാൻ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു എന്നാണ്. അഹ്സസ്തു ലംസത്തൻ അലാ കത്ഫി, ആ സമയത്ത് അഹ്സസ എന്ന് പറഞ്ഞാൽ അഹ്സ എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക എന്നാണ് കേട്ടോ. ലംസത്ത് എന്ന് പറഞ്ഞാൽ സ്പർശനം എന്നാണ്. ഒരു സ്പർശനം എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ്. അലാ കത്ഫി, എൻ്റെ തോളിൽ. അപ്പോൾ എൻ്റെ തോളിൽ ഇങ്ങനെ ആരോ സ്പർശിച്ചതായിട്ട്, ആരോ ഇങ്ങനെ തൊട്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് കേട്ടോ.
ഫഇദാഹിയ അതാരായിരുന്നു? ഫഇദാഹിയ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഉമ്മു സ്വദീഖി നൗഫൽ, എൻ്റെ കൂട്ടുകാരൻ നൗഫലിൻ്റെ ഉമ്മയായിരുന്നു. ഉമ്മു സ്വദീഖി എൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മ. നൗഫൽ ആരാണ് കൂട്ടുകാരൻ? നൗഫലാണ് അല്ലേ. അപ്പോൾ നൗഫൽ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള നൗഫലിൻ്റെ ഉമ്മയായിരുന്നു അത് എന്നാണ്. അങ്ങനെ അഹദത്തിന ഇല മൻസിലിഹ, ആ ഉമ്മ എന്ത് ചെയ്തു? അഹദത്തിന ഞങ്ങളെ സ്വീകരിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോയി. ഇല മൻസിലിഹ അവളുടെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ ഇസ്തഖബലന, ഇസ്തഖബല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നാണ്. ന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ. അപ്പോൾ എന്തായിരിക്കും? ഇസ്തഖബലന ഞങ്ങളെ സ്വീകരിച്ചു. അബൂ നൗഫൽ നൗഫലിൻ്റെ പിതാവ് ഞങ്ങളെ സ്വീകരിച്ചു. ബിറഅഫത്തിൻ വഹനാനിൻ, റഅഫത്ത് എന്ന് പറഞ്ഞാൽ ദയ അല്ലെങ്കിൽ കാരുണ്യം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഹനാൻ എന്ന് പറഞ്ഞാൽ വാത്സല്യം എന്നാണ്. അപ്പോൾ വാത്സല്യത്തോടും അതുപോലെ തന്നെ ദയയോടും കൂടിയിട്ട് കരുണയോടും കൂടിയിട്ട് ആ പിതാവ് ആരാണ്? ആരുടെ പിതാവാണ്? നൗഫലിൻ്റെ പിതാവ് അല്ലേ. അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു എന്നാണ് കേട്ടോ. കുന്ന ഞങ്ങൾ ആയിരുന്നു, ഐതാമൻ അനാഥരായിരുന്നു എന്നാണ്. യത്തീം എന്നതിൻ്റെ ജം ആണ് ഐതാം എന്ന് പറയുന്നത്, അനാഥർ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ആരായിരുന്നു? അനാഥരായിരുന്നു. ലാക്കിൻ പക്ഷേ അൽ ആൻ ഇപ്പോൾ, അൽ ആൻ ഇപ്പോൾ, വജദിന ഞങ്ങൾ കണ്ടു എന്നാണ്. വജദിന ഞങ്ങൾ കണ്ടു, ഉമ്മൻ ഒരു ഉമ്മയെ കണ്ടു എന്നാണ്. എങ്ങനെയുള്ള ഉമ്മയാണ്? ഹനൂനൻ വാത്സല്യനിധിയായിട്ടുള്ള ഒരു ഉമ്മയെ കണ്ടു. വ അബൻ കരീമൻ അതോടൊപ്പം തന്നെ ഒരു ആദരണീയനായിട്ടുള്ള ഒരു മാന്യനായിട്ടുള്ള ഒരു പിതാവിനെയും ഞങ്ങൾ കണ്ടു എന്നാണ്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? കിഷോറിൻ്റെ അമ്മ മരണപ്പെട്ട അന്ന് അല്ലേ. ആരാണ് ഇവരെ കൊണ്ടുപോകുന്നത്? അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള നൗഫലിൻ്റെ ഉമ്മ അവരെയും കൊണ്ട് നൗഫലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ നൗഫലിൻ്റെ വീട്ടിലെത്തുമ്പോൾ നൗഫലിൻ്റെ പിതാവ് അവരെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുവരെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ബാക്കി ഭാഗം നോക്കും. അങ്ങനെ അസ്ബഹത്തിൽ ഹയാത്തു സഈദത്തുൻ മഅ ഇഖ്വത്തിൻ ജുദദിൻ കുന്നാ നൽഅബു മഅൻ വനദുറുസ് മഅൻ എന്നാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെ അസ്ബഹത്ത്, അസ്ബഹ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു എന്നാണ്. അൽ ഹയാത്തു ജീവിതം ആയിത്തീർന്നു, സഈദത്തൻ സന്തോഷകരമായി തീർന്നു എന്നാണ്. മഅ ഇഖ്വത്തിൻ ജുദദിൻ അഹ് എന്നതിന് ജം ആണ്. ഇഖ്വത്ത് എന്ന് പറയുന്നത് സഹോദരങ്ങൾ എന്നാണ്. ജുദദ് എന്ന് പറഞ്ഞാൽ പുതിയ, അങ്ങനെ പുതിയതായിട്ടുള്ള സഹോദരങ്ങളുടെ കൂടെ ഞങ്ങളുടെ ജീവിതം സന്തോഷകരമായി തീർന്നു എന്നാണ്. കുന്ന ഞങ്ങൾ ആയിരുന്നു, നെൽ അബു ഞങ്ങൾ കളിക്കാറുണ്ടായിരുന്നു, മാൻ ഒന്നിച്ച് ഞങ്ങൾ കളിക്കാറുണ്ടായിരുന്നു, വനദുറുസു ഞങ്ങൾ പഠിക്കാറുണ്ടായിരുന്നു, മാൻ ഒന്നിച്ച്. അതായത് നൗഫലിൻ്റെ മറ്റുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവരും അതുപോലെ തന്നെ കിഷോറിൻ്റെ സഹോദരനും സഹോദരിയും ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു വീട്ടിലാണ് വളരുന്നത് അല്ലേ. അങ്ങനെ അവർ ഒന്നിച്ച് പഠിക്കുവാനും ഒന്നിച്ച് കളിക്കുവാനും ഒക്കെ തുടങ്ങി എന്നാണ് പറയുന്നത് കേട്ടോ. അൽ ആൻ അമലു ഫിൽ ഖലീജി അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അൽ ആൻ ഇപ്പോൾ അമലു ഫിൽ ഖലീജി ഫി മൻസുബിൻ ആലിൻ ഫി ഷരിക്കത്തിൻ ഐനമാ കുൻതു ഫിൽ ആലമി അഷ്താഖു ഇലാ ബഖാഇ ഉമ്മി മാ അജ്മല തിൽക്കൽ അയ്യാം ജമീഉൽ അയാദി കാനത് മുൽതഖാ ഉസ്റതിനാ ഖദ് ദക്കറത്നി ഉമ്മി അംസി ഐലൻ അൻ നജ്തമിഅ മഅഹാ ഫിൽ ഉത്ലത്തിൽ ഖാദിമ. എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. അൽ ആൻ ഇപ്പോൾ അമലു ഞാൻ ജോലി ചെയ്യുന്നത്, ഫിൽ ഖലീജി ഖലീജ് എന്ന് പറഞ്ഞാൽ വിദേശത്ത് എന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് എവിടെയാണ്? വിദേശത്താണ്. ഫി മൻസുബിൻ ആലിൻ ഒരു ഉയർന്ന ജോലിയിലാണ്, ഒരു ഉയർന്ന പദവിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്നാണ്. ആൽ എന്ന് പറഞ്ഞാൽ ഉയർന്ന എന്നാണ് അർത്ഥം. ഫി ഷരിക്കത്തിൻ അതിന് എവിടെയാണ്? ഫി ഷരിക്കത്തിൻ ഒരു കമ്പനിയിൽ അല്ലേ, ഒരു കമ്പനിയിൽ ഒരു ഉയർന്ന സ്ഥാനത്താണ് ഞാനിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നത് എന്നാണ് കിഷോർ പറയുന്നത്. ഐനമാ കുൻതു ഫിൽ ആലമി ഐനമാ കുൻതു ഫിൽ ആലം ഞാൻ ഈ ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും, ഐനമാ കുൻതു എവിടെയായിരുന്നാലും, ഫിൽ ആലമി ഈ ലോകത്ത്, അഷ്താഖു ഞാൻ ആഗ്രഹിക്കുന്നത്, അഷ്താഖു ഞാൻ ആഗ്രഹിക്കുന്നത്,
ഇലാ ബഖാഇ ഉമ്മി. ഇലാ ബഖാഇ നിൽക്കുവാനാണ്, അവശേഷിക്കുവാനാണ് എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിൽക്കുവാനാണ്. ഉമ്മി എൻ്റെ ഉമ്മയോട് കൂടെ, ഉമ്മയുടെ അടുത്ത് നിൽക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് കേട്ടോ. മാ അജ്മല തിൽക്കൽ അയ്യാം. മാ അജ്മല എത്ര മനോഹരമായിരുന്നു എന്നാണ് മാ അജ്മല എന്ന് പറഞ്ഞാൽ. മാ അജ്മല എത്ര മനോഹരമായിരുന്നു. തിൽക്കൽ അയ്യാം ആ ദിവസങ്ങൾ എത്ര മനോഹരമായിരുന്നു. ജമീഉൽ അയാദി എല്ലാ ആഘോഷങ്ങളിലും. ഈദ് എന്നതിന് ജം ആണ്, അയാദ് എന്ന് പറയുന്നത് ആഘോഷങ്ങൾ എന്നാണ് അർത്ഥം. എല്ലാ ആഘോഷങ്ങളിലും കാനത്ത് മുൽത്തഖ ഉസ്റത്തിന. കാനത്ത് മുൽത്തഖ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. മുൽത്തക്ക എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, അതുപോലെ തന്നെ ഒരുമിച്ച് കൂടുക എന്നൊക്കെയാണ് കേട്ടോ. ഉസ്റത്തിന ഞങ്ങളുടെ കുടുംബം അല്ലെ. ഉസ്റത്തിന ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ആഘോഷമുണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു എന്നാണ്. ഖദ് ദക്കറത്നി ഉമ്മി അംസി ഐലൻ. ഖദ് ദക്കറത്നി, ദക്കറ എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുക എന്നാണ് കേട്ടോ. ഖദ് ദക്കറത്നി എന്നെ ഓർമ്മിപ്പിച്ചു. ഉമ്മി എൻ്റെ ഉമ്മ എന്നെ ഓർമ്മിപ്പിച്ചു. അംസി ഇന്നലെ, ഐലോൻ വീണ്ടും, അന്നജ്തമിഅ അവരോട് കൂടെ ഒരുമിച്ച് കൂടുവാൻ വേണ്ടിയിട്ട്. അന്നജ്തമിഅ ഒരുമിച്ച് കൂടുവാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ ഒരുമിച്ച് കൂടുവാൻ വേണ്ടിയിട്ട്. മഅഹ അവളോട് കൂടെ, അതായത് ഉമ്മയോട് കൂടെ. ഫിൽ ഉത്ലത്തിൽ ഖാദിമ വരുന്ന വെക്കേഷനിൽ. അപ്പോൾ വരുന്ന വെക്കേഷനിൽ നമുക്ക് ഒന്നിച്ച് കൂടണമെന്ന് ഉമ്മ എന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നാണ് കിഷോർ ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഉമ്മി അൽ വദൂദ് എന്ന് പറയുന്ന കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എന്താണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക്? കിഷോർ നമുക്ക് അവൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. കിഷോർ ആരാണ്? ഒരു മുസ്ലിം ആയിട്ടുള്ള കുട്ടിയൊന്നും അല്ല. എന്നിട്ട് പോലും അവൻ്റെ കൂട്ടുകാരൻ നൗഫലിൻ്റെ ഉമ്മ അല്ല അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവനെ മാത്രമല്ല അവനെയും അവൻ്റെ സഹോദരിയെയും സഹോദരനെയും എല്ലാം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ മക്കളുടെ കൂടെ കളിച്ച് അവരുടെ മക്കളുടെ കൂടെ പഠിപ്പിച്ച് വലിയ മക്കളൊക്കെ ആക്കി അല്ലെ, വിദേശത്ത് ജോലിയൊക്കെ ആയി അവർ നല്ല സന്തോഷത്തിൽ കഴിഞ്ഞു കൂടുന്നതാണ് നമുക്ക് ആ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. ശരിക്കും നൗഫലിൻ്റെ ഉമ്മയുടെ ആ ഒരു സ്നേഹമാണ് അല്ലേ അവിടെ നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മി അൽ വദൂദ് എന്നീ കഥയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്നേഹനിധിയായിട്ടുള്ള ഉമ്മ എന്നാണ്. കഥയൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ താഴെ വരുന്നതായ ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നോക്കൂ, അവിടെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് വായിക്കാനാണ് പറയുന്നത് കേട്ടോ. നഖറഉ നമുക്ക് വായിക്കാമെന്നാണ്. ഫി തിൽക്കൽ ലൈലത്തിൽ മുദ്ലിമ അല്ലേ, ആ ഇരുട്ടുള്ള രാത്രിയിൽ എന്നാണ്. ഫി തിൽക്കൽ ലൈലത്തി അൽ മുദ്ലിമ ആ ഒരു രാത്രിയിൽ. എങ്ങനെയുള്ള രാത്രിയാണ്? അൽ മുദ്ലിമ ഇരുട്ടുള്ളതായ. കാനത്ത് മൽജഅന അൽ വഹീദ്. കാനത്ത് അവൾ ആയിരുന്നു അല്ലെ, ഞങ്ങളുടെ അമ്മയായിരുന്നു എന്ന് പറയുന്നുണ്ട് കിഷോർ അല്ലേ. മൽജ എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം എന്നാണ്. മൽജഅന അൽ വഹീദ് ഞങ്ങളുടെ ഏക അഭയകേന്ദ്രമായിരുന്നു അവരെന്നാണ്. ഫീ തിൽക്കൽ ലൈലത്തിൽ ബാരിദ ആ തണുപ്പുള്ളതായ രാത്രിയിൽ അല്ലെ. ഫീ തിൽക്കൽ ലൈലത്തി ആ രാത്രിയിൽ. എങ്ങനെയുള്ള രാത്രിയാണ്? അൽ ബാരിദ തണുപ്പുള്ളതായ. അഹിസസ്തു ലംസതൻ എനിക്കൊരു സ്പർശനം അനുഭവപ്പെട്ടു എന്നാണ് അല്ലേ. ബിറഅഫത്തിൻ വഹനാനിൻ അനുകമ്പയോടും അതുപോലെ തന്നെ വാത്സല്യത്തോടും കൂടിയിട്ട് എന്നാണ്. മാ അജ്മല തിൽക്കൽ അയ്യാം എത്ര മനോഹരമായിരുന്നു ആ ദിവസങ്ങൾ എന്നാണ്. അത് നിങ്ങളോട് ജസ്റ്റ് വായിക്കാനാണ് പറയുന്നത് കേട്ടോ. ഇനി അതിന് താഴെ കൊടുത്തിട്ടുള്ളതായ ആക്ടിവിറ്റി നോക്കൂ. നഖറഉ വ നഫ്ഹമു നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എന്നാണ്. نطالع النص ونستخرج منها 5 جمل تتضمن الأفعال المضارعة. എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. نطالع النص ആ ഒരു പാഠഭാഗം വായിക്കുവാനാണ്. വനസ്തഖ്രിജു മിൻഹ എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളോട് പുറത്ത് കൊണ്ടുവരുവാനാണ് പറയുന്നത്. അതിൽ നിന്ന് കണ്ടെത്തുവാനാണ്. 5 ജുമൽ 5 സെൻറ്റൻസുകൾ കണ്ടെത്തുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. എങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് എന്ന് നോക്കൂ. നതളമ്മനു അൽ അഫ്ആൽ അൽ മുലാരിഅ ഫിഅൽ
മുലാരി ഉൾക്കൊള്ളുന്നതായ 5 സെൻറ്റൻസുകൾ ആ ഒരു പാഠഭാഗത്തിൽ നിന്നും കണ്ടെത്തി എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫിഅൽ മുലാരി എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലേ. എന്താണ് ഫിഅൽ മുലാരി എന്ന് പറഞ്ഞാൽ? ഇവിടെ അതിൻ്റെ ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട്. നോക്കൂ, അൽ ഫിഅലുൽ മുലാരിയോ, ഫിഅൽ മുലാരി എന്ന് പറഞ്ഞാൽ ഫിഅലുൻ യഹ്ദുസു അൽ ആൻ ഔ സയഹ്ദുസു ഫിൽ മുസ്തഖ്ബിൽ. അതായത് ഒരു പ്രവൃത്തിയെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. എങ്ങനെയുള്ള പ്രവൃത്തിയായിരിക്കും അത്? യഹ്ദുസു അൽ ആൻ, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു പ്രവൃത്തിയെ അറിയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമായിരിക്കും അത് എന്നാണ്. ഔ സയഹ്ദുസു ഫിൽ മുസ്തഖ്ബിൽ, അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതായ ഒരു കാര്യത്തെ അറിയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫിഅലാണ്. അതാണ് ഫിഅൽ മുലാരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ടീച്ചർ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അപ്പോൾ അതെന്താണ്? ഒരു ഫിഅൽ മുലാരിയാണ്. അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതെന്താണ്? ഫിഅൽ മുലാരിയാണ്. അപ്പം അതുപോലെ തന്നെ ഇനി നാളെ ഞാൻ സ്കൂളിലേക്ക് പോകും, അല്ലെങ്കിൽ അവൻ നാളെ സ്കൂളിലേക്ക് വരും എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഭാവിയിൽ, അപ്പം അത് പറയുവാനും നമ്മൾ അറബിയിൽ ഫിഅൽ മുലാരി എന്ന് തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ. അതായത് പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളും ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും പറയുവാനാണ് നമ്മൾ ഫിഅൽ മുലാരി ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ അവിടെ കൊടുത്ത ബാക്കി നോക്കൂ. അൽ ഹർക്കത്തുൽ അസ്ലിയ ലിൽ ഫിഅലിൽ മുലാരി അൽ ലമ്മത്തു എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതായത് ഒരു ഫിഅൽ മുലാരിയുടെ ഹർക്കത്ത് എന്ന് പറയുന്നത് അത് ലൊമ്മായിരിക്കും എന്നാണ്. ടീച്ചർ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാം. ടീച്ചർ പറയുന്നൊരു ഉദാഹരണം എപ്പോഴും പറയുന്നത് തന്നെയാണ്. കെത്തബ എന്ന് പറയുന്നൊരു ഫിഅൽ, അത് ഫിഅൽ മാലിയാണ് അല്ലേ. അതിൻ്റെ മുലാരി അങ്ങനെയാണ് പറയുക, ഇക്തുബു എന്നാണ് പറയുക. എന്താണ് പറയുന്നത്? ഇക്തുബു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇക്തുബു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അവസാനത്തിലെ അക്ഷരമായിട്ടുള്ള ബ ഇനി എന്താണ് ഹർക്കത്ത് വരുന്നത്? ലമ്മാണ് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ലൈബ, അതിൻ്റെ മുലാരി എങ്ങനെയാണ് പറയുക? എൽ അബു എന്നാണ് പറയുക. അവസാനത്തിൽ എന്താ വരുന്നത്? ആ ഒരു ബിന് ലമ്മാണ് വരുന്നത്. ഖറഅ യഖറഉ എന്നാണ് പറയുക. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അടിസ്ഥാനപരമായിക്കൊണ്ട് ഫിഅൽ മുലാരിയുടെ ഹർക്കത്ത് എന്ന് പറയുന്നത് എന്താണ്? ലൊമ്മാണ് എന്നാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലൻ ഇതൻ കൈ വരുന്നത്, അതുപോലെ തന്നെ ലമ്മ് ല എന്നൊക്കെ വരുന്നതൊക്കെ അത് വേറെ നിയമമാണ്. അത് വന്നു കഴിഞ്ഞാൽ ഫിഅൽ മുലാരിക്ക് മാറ്റം വരും. അങ്ങനെ ഇല്ലാതെ ഇങ്ങനെ ഫിഅൽ മുലാരി ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ആ ഫിഅൽ മുലാരിയുടെ അവസാനത്തിൽ എന്തേ വരികയുള്ളൂ? ലമ്മേ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഇതിന് ഉദാഹരണം പറയുന്നത് ശ്രദ്ധിക്കൂ. എക്തുബുൽ വലതു അദ്ദർസ, കണ്ടോ? എക്തുബു എന്നാ പറയുന്നത്. എൽ അബുൽ വലതു ബിൽ ഖുറത്തി, കുട്ടി പന്ത് കൊണ്ട് കളിക്കുന്നു അല്ലേ. യഖറഉൽ വലതു അൽ കിതാബ, കുട്ടി പുസ്തകം വായിക്കുന്നു. അപ്പോൾ ആ ഒരു ഫിഅൽ മുലാരിയുടെ അവസാനം നോക്കുമ്പോഴെല്ലാം എന്താണ് വരുന്നത്? ലമ്മാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ കൊടുത്ത് നോക്കൂ. യജിബു അൻ യബ്ദഅ ബി അഹദിൽ അഹ്റുഫിൽ ആത്തിയ, ഒരു ഫിഅൽ മുലാരിയാണ് എങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളതായ 4 ഹർഫുകളിൽ ഏതെങ്കിലും ഒരു ഹർഫ് കൊണ്ട് ആരംഭിക്കൽ നിർബന്ധമാണ് എന്നാണ് കേട്ടോ. യജിബു നിർബന്ധമാണ്, അന്യബ്ദഅ അത് ആരംഭിക്കൽ, ബി അഹദിൽ അഹ്റുഫിൽ ആത്തിയ താഴെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു അക്ഷരം കൊണ്ട്, ഏതെങ്കിലും ഒരു ഹർഫ് കൊണ്ട് ആരംഭിക്കൽ നിർബന്ധമാണ് എന്നാണ്. ഏതൊക്കെയാണ് ആ ഒരു ഹർഫുകൾ ഒന്ന് നോക്കൂ. ഒന്നാമത്തേത് ഹംസയാണ് അല്ലേ. പിന്നെ നൂന്, യാ, താ. അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അൽ അബു ഞാൻ കളിക്കുന്നു എന്നാണ്. നൽ അബു ഞങ്ങൾ കളിക്കുന്നു എന്നാണ്. എൽ അബു അവൻ കളിക്കുന്നു എന്നാണ്. തൽ അബു അവൾ കളിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു ഫിഅൽ മുലാരിയാണ് എങ്കിൽ ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം കൊണ്ടായിരിക്കും ആ ഫിഅൽ മുലാരി ആരംഭിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിന് നമ്മൾ അറബിയിൽ ഹുറൂഫുൽ മുലാറഅത്തിൻ്റെ അക്ഷരങ്ങൾ എന്നാണ് പറയുക. എന്താണ് പറയുന്നത്? ഹുറൂഫുൽ മുലാറഅ എന്നാണ് പറയുക. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്തൈന എന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അത്തൈന എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അതിൽ ഹംസ വന്നു, താ വന്നു, യാ വന്നു, നൂന് വന്നു. അപ്പോൾ ആ ഒരു പദം ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് മുലാരിയുടെ അക്ഷരങ്ങൾ എന്ന് മനസ്സിലാക്കുവാൻ പറ്റും. ടീച്ചർ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളൊരു ഫിഅൽ മുലാരി ആണെങ്കിൽ ഇപ്പോൾ കതബ യക്തുബു എന്നേ പറയുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്? അവൻ
എഴുതുന്നു എന്നാണ്. ഇനി നമുക്ക് ഞാൻ എഴുതുന്നു എന്നാണ് പറയേണ്ടത് എങ്കിൽ അപ്പോഴാണ് നമ്മൾ ഹംസ വെച്ച് കൊടുക്കുക. എന്താണ് ആ യാൻ്റെ പകരം ഹംസ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്തായിട്ട് മാറും? അക്തുബു എന്നായിട്ട് മാറും. ഇനി ഞങ്ങൾ എഴുതുന്നു എന്നാണ് പറയേണ്ടത് എങ്കിൽ ആ ഹംസയുടെ പകരം നൂന് വെച്ച് കൊടുക്കുക. അപ്പോൾ നിക്തുബു എന്നായിട്ട് മാറും. ഇനി അവൾ എഴുതുന്നു അല്ലെങ്കിൽ നീ എഴുതുന്നു എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ നമ്മൾ ആ ഒരു ത ആണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോഴാണ് തിക്തുബു എന്നായിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഫിഅൽ മുലാരി എന്താണ് എന്ന് മനസ്സിലാക്കുക. മുലാറഅത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നും മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഫിഅൽ മുലാരിയുടെ അവസാനത്തിൽ എപ്പോഴും ലൊമ്മായിരിക്കും വരുന്നത് എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടിസ്ഥാനപരമായിക്കൊണ്ട് ലൊമ്മായിരിക്കും. ചില മാറ്റങ്ങളൊക്കെ വരുന്ന സന്ദർഭങ്ങളുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യം എന്താണ് എന്ന് നോക്കൂ. അപ്പം ഈ ഫിഅൽ മുലാരി വരുന്ന സെൻറ്റൻസുകൾ ആ ഒരു കഥയിൽ നിന്നും കണ്ടെത്തി എഴുതുവാനായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അഹി അസ്വഈറു യനാമു അലാ കത്ഫി, എൻ്റെ ചെറിയ സഹോദരൻ എൻ്റെ തോളിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കൂ, യനാമു അലാ കത്ഫി എന്നുള്ള ആ ഒരു ഭാഗമാണ് അവിടെ ഫിഅൽ മുലാരി ഉൾക്കൊള്ളുന്നതായിട്ട് വന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. നോക്കൂ, നമുക്ക് ആ ഒരു പാഠഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. ഇവിടെ രണ്ടാമത്തെ ഒരു ലൈനിലായിക്കൊണ്ട് നോക്കൂ. ഉഖ്തി അൽ ഹനൂൻ തൊആനിഖുനി മുർത്തജിഫത്തൻ. കണ്ടില്ലേ, തൊആനിഖു എന്ന് പറയുന്നതാണ് അവിടെ ഫിഅൽ മുലാരി ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതോടൊപ്പം തന്നെ അൽ മുവാത്തിനൂന യജീഊന ഇലാ കൂഹിന. കണ്ടില്ലേ, യജീഊന അതെന്താണ്? ഫിഅൽ മുലാരിയാണ്. യജീഊന ഇലാ കൂഹിന. അതുപോലെ തന്നെ യസൂറൂന വാലിദതി സിയാറത്തുൻ അഖീറ. കണ്ടോ, അതും എന്താണ്? അതിൽ യസൂറൂന എന്ന് പറയുന്നത് ഫിഅൽ മുലാരിയാണ്. ഇനി അടുത്ത പാരഗ്രാഫിലായിട്ട് നോക്കൂ. തൂഖിലുന മിനൻ നൗമി. കണ്ടില്ലേ, തൂഖിലു എന്ന് പറയുന്നത് ഫിഅൽ മുലാരിയാണ്. പിന്നെ അടുത്തതായിട്ട് തുഹയ്യിഉ ലനാ അത്ത്വാമ. തുഹയ്യിഉ എന്ന് പറയുന്നതും ഫിഅൽ മുലാരിയാണ്. തുസാഹിബുന എന്നുള്ളതിൽ തുസാഹിബു എന്ന് പറയുന്നത് ഫിഅൽ മുലാരിയാണ് കേട്ടോ. തുസാഹിബുന ഇലൽ മദ്രസ, അതാണ് അവിടെ സെൻറ്റൻസ് വന്നിട്ടുള്ളത്. പിന്നെ തഅമലു തൂലൻ നഹാരി ലിസദ്ദി ഹവായിജിന. തഅമലു എന്ന് പറയുന്നതും ഫിഅൽ മുലാരിയാണ്. ഇത്രയാണ് ഈ ഒരു ഭാഗത്തിൽ വന്നിട്ടുള്ളതായ ഫിഅൽ മുലാരി ഉൾക്കൊള്ളുന്നതായ സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. മക്കളെ, അപ്പോൾ ടീച്ചർ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറുടെ വോയിസ് ഒക്കെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് ടീച്ചർ വിശ്വസിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ. അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.